ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി 30 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത്? ഇത് നമ്മൾ അടുത്തിടെ ഖൈബർ പഖ്തൂൺഖ്വയിൽ പരസ്പരം പട്ടാളവും അവിടുത്തെ പോരാളികളും തമ്മിൽ ഏറ്റുമുട്ടി 55ഓളം പേർ കൊല്ലപ്പെട്ട കാര്യം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ തെഹ്രീക്ക് ഇ താലിബാൻ TTP താലിബാൻ, അതായത് TTPയുടെ ഒളിവിടങ്ങളിലാണ് ഇന്ന് വ്യോമാക്രമണം. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് ഇത് നടത്തിയിരിക്കുന്നത്. പുലർച്ചെ 2 മണിക്ക് ഖൈബർ പഖ്തൂൺഖ്വയിലും സമീപ ജില്ലകളിലും പാകിസ്ഥാൻ പട്ടാളം വ്യോമാക്രമണം നടത്തിയതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ തിര താഴ്വരയിലാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ പെഷവാറിലും ആക്രമണം നടന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അഖാഖേൽ ഗോത്രവർഗക്കാർക്കെതിരെയാണ് ഈ വ്യോമാക്രമണം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പോരാളികൾ ഖൈബർ പഖ്തൂൺഖ്വയിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലപ്പെട്ട 30 പേരിൽ സ്ത്രീകളുടെ ജഡം മാത്രം അടക്കുക. അത് കഴിഞ്ഞ് പുരുഷന്മാരുടെയും കുട്ടികളുടെയും ജഡം വെച്ചിട്ട് കോർ കമാൻഡർ ഓഫീസിൻ്റെ മുമ്പിൽ, കോർ കമാൻഡർ ഹൗസ് അതിൻ്റെ മുമ്പിൽ, അതായത് അവിടുത്തെ പട്ടാള ആസ്ഥാനത്തിൻ്റെ മുമ്പിൽ ജഡവും വെച്ചിട്ട് പ്രതിഷേധിക്കുക. ഇതാണ് തീരുമാനിച്ചിരിക്കുന്നത്. പുരുഷന്മാരുടെയും കുട്ടികളുടെയും ജഡം വെച്ചിട്ട് പുലർച്ചെ 2 മണിക്ക് ഈ പാകിസ്ഥാൻ വ്യോമസേനയുടെ വിമാനങ്ങൾ 8 വിമാനങ്ങൾ LS-6 ബോംബുകൾ ഈ ഒളിവിടങ്ങളിൽ വർഷിച്ചു. തെഹ്രീക്ക് ഇ താലിബാൻ TTP അവരുടെ ഒളിവിടങ്ങളിൽ ബോംബുകൾ വർഷിച്ചു. അത് നേരത്തെ പറഞ്ഞ പോലെ തിര താഴ്വരയിൽ മാത്രേ ധാര എന്ന് പറഞ്ഞ ഗ്രാമത്തിലായിരുന്നു ഈ ഒളിവിടം. അവിടെയാണ് ഈ ബോംബുകൾ വർഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ നേരത്തെ ലഖി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ, നേരത്തെ ബന്നു, ലഖി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആക്രമണം നടത്തിയിരുന്നു. അടുത്ത കാലത്ത് 31 പേര് കൊല്ലപ്പെട്ടിരുന്നു. ഡ്രോണുകൾ വഴി ആയിരുന്നു ആക്രമണം. 2025 മാർച്ചിൽ കത്ലാണ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലും ആക്രമണം നടത്തിയിരുന്നു, മാർദ ജില്ലയിൽ. ഈ കൊല്ലം തന്നെ മെയിൽ ഡ്രോൺ ആക്രമണം ഹുർമൂസ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നടത്തിയിരുന്നു. അന്ന് അത് നോർത്ത് വസീറിസ്ഥാനിൽ 4 കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു അന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണങ്ങളിൽ 2 ഒളിവിടങ്ങളിൽ അത് വ്യോമാക്രമണമല്ല, പട്ടാളക്കാരും പോരാളികളും തമ്മിൽ കരയിൽ ഏറ്റുമുട്ടുകയായിരുന്നു. അതിൽ 12 പട്ടാളക്കാരും 35 ഭീകരരും. ഭീകരർ എന്ന് പറഞ്ഞാൽ നമ്മൾ പോരാളികൾ എന്നല്ലേ പറയണ്ടേ? ഖൈബർ പഖ്തൂൺഖ്വ പാകിസ്ഥാൻ പറയുന്നത് TTPയെ ഇന്ത്യക്കാരാണ് അഴിച്ചുവിട്ടിരിക്കുന്നതെന്നാണ്. അതിൽ കഥയൊന്നുമില്ല. അവർക്ക് താലിബാനുമായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളത്. താവളങ്ങളും കേന്ദ്രങ്ങളും ഒക്കെ അവരുടേത് അഫ്ഗാനിസ്ഥാനിലാണ്. 2 ഒളിവിടങ്ങളിലാണ് ആക്രമണം നടത്തിയിരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പാകിസ്ഥാൻ താലിബാൻ അഫ്ഗാൻ അതിർത്തിയിലായിരുന്നു. അഫ്ഗാൻ അതിർത്തിയിലാണ് ഈ ഗ്രാമങ്ങളൊക്കെ. അപ്പോൾ ബജോർ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ 22 പേര് കൊല്ലപ്പെട്ടു. നോർത്ത് വെസ്റ്റ് ഖൈബർ പഖ്തൂൺഖ്വയാണത്, അതായത് വടക്ക് പടിഞ്ഞാറ്. പിന്നെ 13 പേര് കൊല്ലപ്പെട്ടത് തെക്കൻ വസീറിസ്ഥാനിലും ആയിരുന്നു. അപ്പോൾ തെക്കൻ വസീറിസ്ഥാനിൽ 12 പട്ടാളക്കാർ അന്ന് കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടൽ പരസ്പരം, അത് 12 മണിക്കൂർ നീണ്ടു നിന്നു അന്ന് ഏറ്റുമുട്ടൽ. തെഹ്രീക്ക് ഇ താലിബാനും പട്ടാളവുമായിട്ട്. അഫ്ഗാനിസ്ഥാനിലാണ് അവരുടെ താവളം. താലിബാനുമായിട്ട് ബന്ധമുള്ളവരാണ് അവർ. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് ടെററിസ്റ്റ് എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ പ്രയോഗിക്കുന്നില്ല പ്രസ്താവനകളിൽ. ഗവാരിജ് എന്നാണ് പറയുന്നത്. ഗവാരിജ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് ഭിന്നിച്ച് പോയ ആളുകൾ ആണ് അവർ അലിക്കെതിരെയും ഖലീഫ, 4ാമത്തെ ഖലീഫ അലിക്കെതിരെയും അലിയുടെ ശത്രുവായിരുന്ന മുവയ്യക്കെതിരെയും ഒക്കെ പോരാടിയിരുന്നവരാണ്. അപ്പോൾ ഇസ്ലാമിലെ ഭ്രഷ്ടരാണ് ഈ ഗവാരിജുകൾ. അപ്പോൾ ഈ പോരാളികളെ ഇപ്പോൾ ഗവാരിജുകൾ എന്ന് വിളിക്കുമ്പോൾ ഒരു മതപരമായ മാനം കൊടുക്കുകയാണ് പട്ടാളം. ഇവർ
ഇസ്ലാം പോലും അല്ല എന്ന് വരുത്തത്തക്ക വിധത്തിലാണ് ഖവാരിജ്. ഇന്ത്യ അഴിച്ചുവിടുന്ന ഖവാരിജുകൾ എന്നാണ് പാകിസ്ഥാൻ പട്ടാളം പറയുന്നത്. അപ്പോൾ ഇത് 2014 ഖൈബറിൽ നിന്ന് പുറത്താക്കിയ ഗ്രൂപ്പാണ് ശരിക്കും TTP എന്ന് പറയുന്നത്, തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ വീണ്ടും ഉണരുന്നു. പല ഭിത്തികളിലും അവിടെ മതിലുകളിലുമൊക്കെ TTPയുടെ ചുവരെഴുത്തുകൾ കാണാം ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ്വയിൽ. അപ്പോൾ ഈ പ്രസ്താവനകൾ ഇനിയും കണ്ടോളൂ. ഇപ്പോൾ നടന്ന ആക്രമണം കഴിയുമ്പോഴും അവർ ഖവാരിജുകളെ കൊന്നു എന്ന് പട്ടാളം പറയും. 30 ഖവാരിജുകളെ കൊന്നു. ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്നും അതിൻ്റെ അകത്ത് പ്രയോഗിക്കും. ഫിത്ന എന്ന് പറയുന്നത് ഈ ഇസ്ലാമിൽ തന്നെ നടന്നിരുന്ന ആഭ്യന്തര കലഹങ്ങളെയാണ് ഈ ഫിത്ന എന്ന് പറയുന്നത്. 1ാമത്തെ ഫിത്ന, 2ാമത്തെ ഫിത്ന. അപ്പോൾ ഇപ്പോൾ നടത്തുന്ന കലാപം ഇന്ത്യ ഉണ്ടാക്കുന്നതാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്ന് പാകിസ്ഥാൻ പട്ടാളം പറയുന്നത്. അവിടെ മറ്റേ താലിബാനുമായി ബന്ധപ്പെട്ട് തെഹ്രീക്ക് താലിബാൻ പട്ടാളത്തിനെതിരെ ആക്രമണം നടത്തുന്നത് ഇന്ത്യയാണെന്ന് വരുത്തുകയാണ്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഇത് കൂടിയിട്ടുണ്ട്. ജൂലൈ മുതൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ISPR എന്ന് പറയും, അവിടെ പട്ടാളത്തിൻ്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗം, അവരാണ് പറയുന്നത് TTP ഈസ് ഖവാരിജ് ബിലോങ്ങിങ് ടു ഇന്ത്യൻ പ്രോക്സി ഫിത്ന അൽ ഖവാരിജ് എന്ന് ആണ് പ്രസ്താവനകളിൽ പറയുന്നത്. ഇന്ത്യയുടെ തലയ്ക്ക് വയ്ക്കുക അവിടെ നടക്കുന്ന ആക്രമണങ്ങൾ. ഇന്ത്യയും ടെറർ സ്റ്റേറ്റ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പാകിസ്ഥാൻ ചെയ്യുന്നത്. പാകിസ്ഥാനെ ഭീകര രാജ്യമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ രാജ്യാന്തര ഫോറങ്ങളിൽ വാദിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയും അവിടെ ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നു, TTPയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യ എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ പണ്ടേ വളർത്തിയതാണ് TTP പുതിയ പ്രതിഭാസമല്ല. അപ്പോൾ നമ്മുടെ സംഘടനയൊന്നും അല്ല അത്. TTPയെ സോവിയറ്റ് ഈ അധിനിവേശം നടന്നിരുന്നില്ലേ അഫ്ഗാനിസ്ഥാനിൽ, അപ്പം മുജാഹിദുകളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ TTPയെ വളർത്തിയത് പാകിസ്ഥാനാണ് അക്കാലത്ത്. ഇന്ത്യക്കെതിരെയും TTP അക്കാലത്ത് പണിതുകൊണ്ടിരുന്നു. തെക്കൻ വസീറിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ 4 മണിക്ക് ഈ പട്ടാള വ്യൂഹം മിലിറ്ററി കോൺവോയ്ക്കെതിരെയാണ് ഇവർ ആക്രമണം നടത്തിയത്. TTP 2 വശത്തു നിന്നും പിന്നെ വെടി വന്നു, ഏറ്റുമുട്ടലായി. 12 പട്ടാളക്കാർ ഷഹാദത്ത് വരിച്ചു എന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വം, ശുഹദാക്കളായി എന്ന് മാപ്പിള ലഹളക്കാലത്ത് പറഞ്ഞിരുന്നു. സ്വർഗത്തിൽ പോകുമല്ലോ, മറ്റേ ഹൂറിപാദം പോകുന്നത്, അതാണ് ശുഹദാക്കളായി എന്ന് പറയുന്നത് ഷഹാദത്ത്. സെപ്റ്റംബർ 2-ാം തീയതി ISPR പറഞ്ഞിരുന്നു പുലർച്ചെ ഖവാരിജ് ബിലോങ്ങിങ് ടു പ്രോക്സി ഫിത്ന അൽ ഖവാരിജ് ബൈ ഫെഡറൽ കോൺസ്റ്റാബുലറി HQ ഇൻ ബന്നുവിലെ ആസ്ഥാനത്തിനെതിരെ ഖവാരിജുകൾ പോരാടി എന്നന്ന് പറഞ്ഞിരുന്നു. ടാർഗറ്റഡ് ഫെഡറൽ കോൺസ്റ്റാബുലറി ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ബന്നു എന്നാണ് പറഞ്ഞിരുന്നത് ഖവാരിജുകൾ. അപ്പോൾ ഖവാരിജുകൾ എന്ന് പറഞ്ഞാൽ റിബലുകൾ എന്ന് പറയാം. ആദ്യ ഫിത്നയ്ക്ക് ശേഷമാണ് ഖവാരിജ് എന്ന് പറഞ്ഞ പ്രയോഗം വന്നത്. ആദ്യ ഫിത്ന എന്ന് പറഞ്ഞാൽ ഖലീഫമാർക്കെതിരെ നടക്കുന്ന കലാപം, അതാണ്. 4ാം ഖലീഫ അലിയുടെയും ശത്രു മുവയ്യയുടെയും ആജ്ഞ ധിക്കരിച്ചവരെയാണ് ഇത് പറയുന്നത്, മുസ്ലിം വിമതർ. അപ്പോൾ 4 തവണ ഇന്ത്യക്കെതിരെ ഈ ഖവാരിജ് എന്ന് പറഞ്ഞ പ്രയോഗം ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളം നടത്തി കഴിഞ്ഞു. ഖൈബർ പഖ്തൂൺഖ്വയിൽ 3 ഖവാരിജുകൾ ആക്രമിച്ചു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇവർ ഇനി നരകത്തിലേക്കാണ് പോവുക എന്ന് അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ജൂലൈ ഓഗസ്റ്റ് തുടങ്ങിയാണ് ഈ ഖവാരിജ് പ്രയോഗം വന്നത് ഇന്ത്യക്കെതിരെ. ഭീകരർ എന്നതിന് പകരമാണ് പ്രയോഗിക്കുന്നത് ഓഗസ്റ്റ് മുതൽ. ദോസ് ഹൂ ലെഫ്റ്റ് ഇസ്ലാം, അതാണ് ഖവാരിജ്. അലി എന്ന് പറയുന്നത് പ്രവാചകന്റെ മകളുടെ ഭർത്താവാണ്, സണില്ലോ. അലിയെ ഈ ഖവാരിജുകളാണ് കൊലപ്പെടുത്തിയത്. ഖവാരിജുകൾ എന്ന് വിളിക്കുന്നവര് ആദ്യം അവിശ്വാസികളെ ആദ്യം കൊന്നവർ ഇവരാണ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതാണിപ്പോൾ ഖൈബർ പഖ്തൂൺഖ്വയിലെ പുതിയ സംഭവം. കഴിഞ്ഞ ആഴ്ച 55 പേര് കൊല്ലപ്പെട്ടു. അതിൽ പട്ടാളക്കാർ 12 പേര്. ഇന്ന് ആ TTP തെഹ്രീക്ക് താലിബാനെതിരെ അവരുടെ ഒളിവിടങ്ങളിൽ ഇന്ന് പുലർച്ചെ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി 30 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.